കോഴിക്കോട് നിന്ന് കുവൈത്തിലേക്കുള്ള 9 പ്രവാസികളുടെ യാത്ര തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. 6 മാസത്തിലധികം നാട്ടിൽ കഴിഞ്ഞെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രാനുമതി നിഷേധിച്ചത്. അതേസമയം വിഷയത്തിൽ ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകൻ ഷറഫുദ്ദീൻ കണ്ണേത്ത് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് വ്യക്തത ലഭിച്ചതായി അറിയിച്ചു. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്തിലേക്ക് യാത്ര തിരിക്കാനെത്തിയ പ്രവാസികളുടെ യാത്ര എയർ ഇന്ത്യ എക്സ്പ്രസ് തടഞ്ഞു. 6 മാസത്തിലധികം നാട്ടിൽ കഴിഞ്ഞതിനാൽ താമസരേഖയുടെ കാലാവധി സംബന്ധിച്ച ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് യാത്രാനുമതി നിഷേധിച്ചത്. കുവൈറ്റിന്റെ അതോറിറ്റീസ് എല്ലാം നമുക്ക് പറഞ്ഞിരിക്കുന്നത് 6 months കഴിഞ്ഞവർക്ക് 3 months എക്സ്റ്റൻഷൻ കൂടി തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഇതിന് നമ്മൾ ഇവിടെ ഇപ്പൊ കൊച്ചിൻ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇപ്പൊ വന്നേക്കുമാണ് പോവാൻ വേണ്ടി തിരിച്ചു കുവൈറ്റിലേക്ക്. അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ്സുകാർ പറയുന്നത് അവർക്ക് ഇതുവരെയായിട്ടും ഈ നമ്മുടെ എക്സ്റ്റൻഷൻ റിലേറ്റഡ് 1 മാസത്തേക്ക് മാത്രമേ എക്സ്റ്റൻഷൻ തന്നിട്ടുള്ളൂ എന്നാണ് അവർക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം. സോ ഇപ്പൊ അത് നമ്മൾ എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് ഫെബ്രുവരി 28-ന് പ്രവാസികൾക്ക് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം 3 മാസത്തെ അധിക ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. വിഷയത്തിൽ ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകൻ ഷറഫുദ്ദീൻ കണ്ണേത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഫെബ്രുവരി 28-ന് മുമ്പ് നാട്ടിലെത്തിയവർക്ക് 6 മാസം തികയുന്ന തീയതി മുതൽ 3 മാസത്തിനകം കുവൈത്ത് എയർവേസും ജസീറ എയർവേസും വഴി മടങ്ങാമെന്ന് മറുപടി ലഭിച്ചു. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നാട്ടിലെത്തിയ ആരിഫ, അനിൽകുമാർ, മൻസൂർ, നൌഷിദ്, ടെസി ജെയിംസ് ഉൾപ്പെടെ 9 പേർക്കാണ് യാത്ര മുടങ്ങിയത്. ഇവരിൽ 3 പേർ സ്ത്രീകളാണ്. മീഡിയ 1 കുവൈറ്റ് സിറ്റി.